കൊച്ചിയിലെ ഹോട്ടലുകളിൽ ചില ഭക്ഷണങ്ങൾക്ക് അടുത്തിടെ വില കൂടിയിട്ടുണ്ട് എന്നതാണ് ഉയർന്നു വരുന്ന പരാതി. ഞാനിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. മസാല ദോശയ്ക്കും മൂണിനുമൊക്കെ ചെറിയ വിലമാറ്റം വന്നിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നു. ചെറുതാണെങ്കിലും വില കൂടിയാൽ പോക്കറ്റ് കാലിയാകുന്നത് ആലോചിച്ച് നമുക്കൊരു നെഞ്ചിരിപ്പുണ്ടാകും. എന്താണ് വില കൂടാൻ കാരണം? യഥാർത്ഥത്തിൽ വില കൂടിയിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഈ ഹോട്ടലിൽ മസാല ദോശയ്ക്ക് 90 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ഊണിന് 130 രൂപയുണ്ട്. ഈ അടുത്തിടെ വില കൂടിയിട്ടുണ്ടോ? കാരണം എന്ത് നോക്കാം. ഒരു മസാല ദോശ അപ്പോൾ ഇതാണ് 90 രൂപയുടെ മസാല ദോശ. ഇതിൽ 2 ചട്നിയും ഒരു സാമ്പാറും ഉണ്ട്. ഈ 90 രൂപ മുതൽ 140 രൂപ വരെ മസാല ദോശയ്ക്കുള്ള ഹോട്ടലുകളുണ്ട്. ഓരോ ഹോട്ടലിലും ഓരോ വിലയാണ്. നമുക്ക് കടയുടമയോട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ മസാല ദോശയ്ക്ക് വില കൂടിയോ എന്നുള്ളതാണ് ഒരു സംശയം. എന്താണ് വില കൂടിയതിന് കാരണം? നേരത്തെ 85 ഉണ്ടായിരുന്നത് 2 കൊല്ലത്തിന് മുമ്പാണ്. ഇപ്പം 5 രൂപയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് ഡബിളായി റേറ്റ്. നേരത്തെ കിലോ 32 ആയിരുന്നു. ഇപ്പം സാധാരണ 75-80 അത് മാത്രമല്ല പരിപ്പുണ്ട്, ഓയിൽ, ഗീ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ ഇത് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇപ്പം 90 രൂപയ്ക്ക് തന്നെ മുതലാകുന്നില്ല മസാല ദോശ. 50 രൂപയ്ക്ക് മസാല ദോശ കിട്ടുന്ന കടയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 90 രൂപ ഇവിടെ എന്നൊരു ചോദ്യം വരും. ആളുവില 60 രൂപയ്ക്ക് മസാല ദോശ നിങ്ങൾ പറയുന്ന പോലെ കിട്ടുമായിരിക്കും. എറണാകുളത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാടക, ഇവിടത്തുള്ള സ്റ്റാഫിൻ്റെ ഇത് എല്ലാം കൂടി നോക്കും. എല്ലാമേ ഇവിടെ എത്തിപ്പാണ്. പിന്നെ അരി പറയണ്ട, അരി ഇപ്പം 73-75 അരിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടം ചട്നിയൊക്കെ കൂട്ടി മസാല ദോശ കഴിക്കണമെങ്കിൽ കുറച്ചധികം വില ഇനി കൊടുക്കേണ്ടി വരുമോ? വില കൂട്ടാതെ ഇരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാഫ് 10-20 സ്റ്റാഫുണ്ട്. അവർക്കും എല്ലാം സാലറി കൊടുക്കണം. കുറച്ചെങ്കിലും കൂട്ടേണ്ടി വരും. വെജിറ്റേറിയൻ ഊണിനാണെങ്കിലും ഒരു 100 രൂപ ഉണ്ടായിരുന്നതൊക്കെ പലയിടങ്ങളിലും 140-130 ഒക്കെ എത്തി. അത് ഇനി കുറയ്ക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇനി കൂടുമോ? കുറയ്ക്കാൻ സാധ്യതയില്ല. എല്ലാം കൂടെ കൂടുമ്പോൾ 30% കൊടുക്കും. ഇപ്പം നമ്മളെ ഒറ്റയടിക്ക് 30% കൂട്ടാൻ പറ്റില്ല. നമ്മൾ ഊണിന് 5 രൂപ അങ്ങനെ വെച്ച് കൂട്ടാൻ പറ്റില്ല. നേരത്തെ 120 ആയിരുന്നു ഊണ്, നമ്മൾ 130 ആക്കിയിട്ടുണ്ട്. വില കൂട്ടാതെ നിവർത്തിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്തായാലും ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എങ്കിൽ മാത്രമേ ഹോട്ടലുകളിലെ വിലക്കയറ്റം കൂടി പിടിച്ചു നിർത്താൻ പറ്റൂ. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.